ദിസ് ബുക്ക് ഇസ് ഡെഡിക്കേറ്റഡ് ടു യു ദ റീഡർ ഹു ഇസ് ഓൾസോ ഐ എന്ന് പറയുന്നത് ഈ ഐ എന്നുള്ള വാക്കിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ എക്സ്പ്ലോറേഷനാണല്ലോ ഈ ബുക്ക് കംപ്ലീറ്റ്ലി. അപ്പോൾ ആ ഒരു കൗതുകം ടൈറ്റിൽ മുതൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എല്ലാവരും എന്ന് ചോദിക്കും. പിന്നെ ഉള്ളിൽ വീണ്ടും ഈ പറഞ്ഞ ഈ ഡെഡിക്കേഷൻ, ഇതിലൊക്കെ ഒരു സസ്പെൻസ് ക്രിയേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതിയതും അത് യാഥാർത്ഥ്യമായതുകൊണ്ടും കൂടെയാണ്. അപ്പോൾ വായിക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നൊരു സെൻറ്റൻസാണത്. ഹൂ ഇസ് ഓൾസോ ഐ, വാട്ട് ഡു യു മീൻ? ഈ ബുക്ക് വായിച്ചു വരുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി ക്ലിയർ വാട്ട് ഐ മീൻ. അതുപോലെ ഈ തത്വമസി എന്നുള്ളൊരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലും അതിൻ്റെ ഈ ഡെഡിക്കേഷനുമാണ്. ദ ബുക്ക് is actually a very simple 5 steps to practical steps to self realization. പക്ഷേ സ്പിരിച്വാലിറ്റി എപ്പോഴും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പലവർക്കും മൈൻഡിന് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ്, എനിക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു, എൻ്റെ ലൈഫിൽ ഏത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്, അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് മോർ ഈസി ടു റീഡ്. പക്ഷേ ഈ റീഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല വേറെ ഇൻസൈറ്റ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് ആ ബുക്കിൻ്റെ കോണ്ടൻറ്റിൻ്റെ ഉണ്ട്. അതിനേക്കാൾ ഉപരി വായിക്കുന്ന ആൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ആദ്യം വായിച്ച ആളല്ല രണ്ടാമത് വായിക്കുന്നത്, അല്ല മൂന്നാമത് വായിക്കുന്നത്. ദാറ്റ് മീൻസ് യു ആർ ട്രാൻസ്ഫോമിങ് ആൻഡ് ദാറ്റ് ഇസ് വൈ ദ മീനിങ് ഇസ് ചേഞ്ചിങ്. മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ. കറക്റ്റാണ് കേട്ടോ. കാരണം പല പല മോഡ്സിലൂടെ പോകുമ്പോൾ വളരെ കറക്റ്റ്, വളരെ കറക്റ്റ്. ആദ്യം വായിച്ച ആൾ മാറി എന്നർത്ഥം. എല്ലാവർക്കും അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും മാറ്റം സംഭവിക്കാനുണ്ട്. യു ആർ എ ഫാസ്റ്റ് ചേഞ്ച്, ഫാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഉള്ള ആളായതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ പുതിയ അർത്ഥം മനസ്സിലാവുന്നത്. വായിക്കുന്ന ആൾ മാറിയതുകൊണ്ടാണ്. സോ കൺഗ്രാറ്റുലേഷൻ. ഞാൻ അന്ന് മുതലേ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഒരിക്കൽ എനിക്കൊരു അവസരം കിട്ടുകയാണ് ഒരു ഇൻ്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബുക്കോടുകൂടി വന്നിട്ട് കാര്യം ചോദിക്കുമെന്ന് അന്നേ വിചാരിച്ചതാണ്. അപ്പോൾ ഈ സംഭവം എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കണമെന്ന്